ഹായ്, പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് +2 ഇംഗ്ലീഷിന്റെ ചാപ്റ്റർ 1ന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. 3 L's of Empowerment എന്ന് പറയുന്ന ഒരു സ്പീച്ച് ആണ് ചാപ്റ്റർ 1ലുള്ളത്. അപ്പം അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദി എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഫോർ എംപവർമെന്റ്? എംപവർമെന്റിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മുടെ ഓഥർ പറഞ്ഞിരിക്കുന്നത് 3 കാര്യങ്ങളാണ് എംപവർ ചെയ്യാൻ, അതായത് സ്ത്രീ ശാസ്ത്രീകരണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലീഡർഷിപ്പ്, ലേബർ ആൻഡ് ലേണിംഗ്. അപ്പം പഠിക്കുക, ലീഡർഷിപ്പ് വരെ, ലേബർ ജോലി. അപ്പം the 3 essential things for empowering women are learning, labor and leadership. They together are called as the 3 L's of empowerment. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. What is the role of learning in empowering women? ഒരു സ്ത്രീയെ എംപവർ ചെയ്യാനായിട്ട് ലേണിങ്ങിൻ്റെ ഉപയോഗം എന്താണ് എന്നാണ് ഇവിടുത്തെ ചോദ്യം. ലേണിംഗ് ഉണ്ടെങ്കിൽ മാത്രമല്ല, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സ്ത്രീയുടെ ഉന്നതിയിലേക്ക് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. മാത്രമല്ല, സ്ത്രീ വിദ്യാഭ്യാസം ഒരു വ്യക്തിയെ മാത്രം ഉൾക്കൊള്ളുന്നതല്ല, പക്ഷേ ആ ഒരു ജനതയെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ്. അങ്ങനെ ഈ ലോകത്തിൻ്റെ മുഴുവനും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്ത്രീയുടെ വിദ്യാഭ്യാസം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതായത് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ, എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ ഓൺ വിച്ച് എനി സ്റ്റോൺ ഈസ് ബിൽഡ്. So for the development of any country, for the development of any nation, women education is very important because women is the cornerstone of any living being in this world. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, how can we promote more opportunities for women in the workplace? വർക്ക് പ്ലേസുകളിൽ, ജോലി സ്ഥലങ്ങളിൽ എങ്ങനെയാണ് നമ്മൾക്ക് സ്ത്രീകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ സാധിക്കുന്നത് എന്നാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. അപ്പം വർക്ക് പ്ലേസുകളിൽ നമുക്ക് സ്ത്രീകൾക്ക് സംരക്ഷണവും അതിനോടൊപ്പം തന്നെ സപ്പോർട്ടും നൽകുക, മാത്രമല്ല അവർക്ക് പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ് ലോയും കൂടെ കൊണ്ടുവരിക. അതായത് മാതാപിതാക്കളുടെ അവരുടെ പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യാനുള്ള സ്ത്രീകളെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്ന ആ ഒരു പ്രവണത നിർത്തിയിട്ട് അവർക്കും കൂടി, സ്ത്രീകൾക്കും കൂടെ പുരുഷന്മാരെ പോലെ തന്നെ അല്ലെങ്കിൽ ആൺകുട്ടികളെ പോലെ തന്നെ അവർക്കും തുല്യ അവകാശം കൊടുക്കുക. മാത്രമല്ല, സ്ത്രീകളുടെ ഹെൽത്ത് കെയർ, അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? മോർ ഓപ്പർച്യൂണിറ്റീസ് ഷുഡ് ബി ഗിവൺ ഫോർ വിമൻ ഇൻ ദി വർക്ക് പ്ലേസ് ആൻഡ് ഓൾസോ ഹെൽത്ത് കെയർ ഷുഡ് ബി ടേക്കൺ കെയർ ഓഫ്. Moreover that, just like the sons, female children also should not be discriminated from getting the property inherited from their parents. അപ്പം ഇനി അടുത്തെന്ന് പറഞ്ഞാൽ think and write എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ്റെ അകത്ത് the role of educated empowered women in building a strong nation. എങ്ങനെയൊക്കെയാണ് ഒരു എഡ്യൂക്കേറ്റഡ് എംപവേർഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എങ്ങനെയാണ് നമ്മളുടെ ജനറേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ലോകത്തിനെ തന്നെ മാറ്റിമറിക്കുന്നത്, എങ്ങനെയാണ് നമ്മളുടെ പോപ്പുലേഷനെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. എഡ്യൂക്കേറ്റഡും എംപവേർഡുമായിട്ടുള്ളൊരു സ്ത്രീ എപ്പോഴും അവർക്ക് വലിയ വലിയ റോൾസ് ആണ് ചെയ്യാനുള്ളത്. മാത്രമല്ല, ഇന്ത്യയുടെ പോപ്പുലേഷൻ മാത്രമല്ല, ഈ ലോകത്തിലെ തന്നെ ഏതൊരു ജനതയും മുന്നോട്ട് നയിക്കണമെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ വളരെയധികം മുന്നോട്ട് പോവുകയും അവർ എംപവേർഡ് ആവുകയും ചെയ്താൽ മാത്രമേ സാധിക്കത്തുള്ളൂ. മാത്രമല്ല, ഈ സ്ത്രീകളിൽ എംപവേർഡ് ആകുകയാണെങ്കിൽ, അവർ എഡ്യൂക്കേറ്റഡ് ആകുകയാണെങ്കിൽ അവർ അടുത്ത ജനറേഷനെ കൂടി, തലമുറയെ കൂടി വിദ്യാഭ്യാസമുള്ളവരാക്കി മാറ്റാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. The women who are educated and empowered can actually build the nation as well as the world, because they will be they can actually build the generations, the coming generations, and also they can mold the children so that the future generation will also be a better one. അപ്പം അടുത്തെന്ന് പറഞ്ഞാൽ the role of learning, labor and leadership skills
ഇൻ മേക്കിംഗ് എ വുമൻ ലിബറേറ്റഡ്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? ലേണിങ്ങും ലേബറും ലീഡർഷിപ്പും. ഇവയെല്ലാം തന്നെ സ്ത്രീകളെ എങ്ങനെ ലിബറേറ്റഡ് ആവില്ല, അവർ ചങ്ങലയിൽ നിന്ന് പൊട്ടിച്ച് അവർക്ക് ഫ്രീ ആകാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ലേണിംഗ് ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് കുറേ അധികം കാര്യങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന തെറ്റുകളും അവരെ എത്രമാത്രം അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ലേണിംഗ് കൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല തൊഴിലുണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തിക ഭദ്രതയും ഫ്രീഡവും ലഭിക്കുന്നു. മറ്റൊരു ആളെ, ഭർത്താവിനെയോ അച്ഛനെയോ അല്ലെങ്കിൽ സഹോദരനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ ആട്ടും തുപ്പും ഒക്കെ കേട്ട് കഴിയേണ്ട ഒരവസ്ഥ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. ഇനിയും ലീഡർഷിപ്പ് വരുവാണെങ്കിൽ അവർക്ക് ഭരിക്കാനായിട്ട് നന്നായിട്ട് അറിയാം. പക്ഷെങ്കിൽ അവരുടെ ആ ഒരു പാഠവും അവർക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും സഹകരിക്കണം. അപ്പം ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത്? The 3 L's of a liberating women, that is learning, labor and leadership, will actually help the women to mold themselves and also to liberate themselves from the slavery that they were having all these years. And if they are educated, they can actually know what all problems they are facing, what are the heights to which they can fly up, and also they can actually bring up about a wide change in the world. And if they have a labor, or if they have a job, they can have freedom in the case of money, as well as the economic freedom they will be enjoying, so that they don't have to be slaves under the men of the society. And if they can have, or if they get the support from the society, they can also be a good leader, because their leadership qualities will be actually will be supportive for the generation and also for the society. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിമൻ ഷുഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫോർട്ട് സോൺസ്, ഡിസ്കസ്. അപ്പം സ്ത്രീകളിപ്പോൾ നല്ല കംഫോർട്ട് സോണിലിരിക്കുകയാണ്, അതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് ഒരു ജോലി അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിക്കുകയോ നമ്മളൊരു ലീഡർ ആവുകയോ നമ്മളൊരു വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി അധികം ചലഞ്ചുകൾ ഫേസ് ചെയ്യേണ്ടി വരും, പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പം വീട്ടിൽ അടങ്ങി ഒതുങ്ങി നമ്മൾ കുഞ്ഞുങ്ങളെ ഒക്കെ നോക്കി ആഹാരം പാകം ചെയ്ത് മാത്രം നമ്മൾ ഒതുങ്ങി കൂടുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ചലഞ്ചുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ വരുന്ന ചലഞ്ചുകളൊക്കെ വളരെ കുറഞ്ഞതായിരിക്കും, നമ്മുടെ ആ വീടിനുള്ളിലുള്ള മാത്രമേ ആയിരിക്കും വരുന്നത്. അപ്പം അതിൽ നിന്ന് മോചനം നേടി നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. വിമൻ ഷുഡ് സർട്ടൻലി സ്റ്റെപ്പ് ഔട്ട്സൈഡ് the doors of their house, so that they can actually see the world, and also they can fight, they can use their full potential to liberate themselves from the slavery that they are having all these years. And also they can actually see what all heights to which they can fly, because they have the courage and the potential within themselves. And they should not be just behind the bars, they should not be just behind the doors of their houses only, but they have to come out of that, and they have to just fly high in the sky. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ women sometimes lack the confidence to match their competence. Comment on the statement. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവർക്ക് കോമ്പീറ്റൻസ്, അവർക്ക് കഴിവുണ്ടെങ്കിൽ പോലും അവരുടെ കോൺഫിഡൻസ് അവരെ പിന്നോട്ട് വലിക്കാറുണ്ട്, അല്ലെങ്കിൽ ലെസ് കോൺഫിഡൻസ് ആയിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്. അപ്പം ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ സൊസൈറ്റി തന്നെയാണ് സ്ത്രീകൾ ഒന്നിനും കൊള്ളില്ല എന്നൊരു സിറ്റുവേഷനിലേക്ക് വരുത്തുന്നത്. അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചെറിയ പ്രായം തൊട്ട് കേട്ട് വളരുന്ന ഒരു സ്ത്രീയാണെങ്കിൽ അവളുടെ കോൺഫിഡൻസ് വളരെയധികം ലോ ലെവലായിരിക്കും. അപ്പോൾ അവൾക്ക് കോമ്പറ്റൻസ് ഉണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ പോലും അത് മുന്നോട്ട് വരാനായിട്ട് സാധിക്കത്തില്ല. The society in which a lady lives, where all suppressions are there, the lady will not be able to come out of their
shackles, and also will not be able to understand the competence, the potential the lady will be having. So they will be always shy in front of others to show their potential in front of others. അപ്പം ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 5 എന്ന് പറയുന്നത്, ഹൗ ക്യാൻ വി ബിൽഡ് സെൽഫ് കോൺഫിഡൻസ് ഇൻ വിമൻ? സ്ത്രീകളിൽ എങ്ങനെയാണ് നമ്മൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്? സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അത് നമ്മൾ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അവർക്ക് അവസരങ്ങൾ കൊടുക്കുക. സ്ത്രീകൾക്ക് അവസരങ്ങൾ കൊടുക്കുമ്പോഴാണ് അവരുടെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായി വരുന്നത്. So to build self-confidence in women, the best way to is to give them chances to come out of their doors or come out of their houses and to have face challenges in their life. നമ്മൾ ചാലഞ്ചസ് ഫേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നേരിടുമ്പോഴാണ് നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത്. പ്രശ്നങ്ങളെ നേരിട്ടാൽ മാത്രമേ നമ്മൾ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യത്തില്ല. സോ ദ ബെസ്റ്റ് വേ ഈസ് ടു face challenges and come out of the safe zone, നമ്മുടെ come out of the comfort zone, so that when we are out of the comfort zone we will have to face problems and difficulties and challenges, and these challenges and difficulties are going to mold the lady into a better citizen, into a better competent potential lady. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി ഒക്കെയാണ്, ഒരു സ്പീച്ചാണ്. അത് നമ്മൾ വേറൊരു എപ്പിസോഡിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻസ് ആയിട്ട് ഇടുക. വീഡിയോ ഫേസ്ബുക്കിൽ കൂടെ കാണുവാണെങ്കിൽ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇത്രയും നാളും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ എപ്പിസോഡുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ബൈ.